ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഗയാമി ലഷ് ടൈം. നമ്മളിന്ന് ചവ്വരിയും ക്യാരറ്റും ഉപയോഗിച്ചിട്ട് വളരെ സ്വാദിഷ്ടമായ ഒരു പായസമാണ് ഉണ്ടാക്കുന്നത്. കാണുമ്പോൾ തന്നെ നമുക്ക് കഴിക്കാൻ തോന്നുന്ന അത്ര ടേസ്റ്റ് ആയിട്ടുള്ള പായസം എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ. ചൂട് കട്ടിയുള്ളൊരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കുക. ഒരു 10-15 കാഷ്യൂനട്ടും അതേപോലെ 10-15 കിസ്മിസും ഉണക്ക മുന്തിരിങ്ങയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് വറുത്തെടുക്കുക. അതിൻ്റെ കളർ ചേഞ്ച് ആകുമ്പോൾ നമുക്ക് വറുത്ത് കോരാം. ആ ഒരു നെയ്യിലേക്ക് തന്നെ ഞാനിവിടെ 250 ഗ്രാം ക്യാരറ്റാണ് എടുത്തിരിക്കുന്നത്. ഒരു വലിയ ക്യാരറ്റും ഒരു പകുതിയും ഗ്രേറ്റ് ചെയ്തതാണ്. അത് ഇതിലേക്കിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഈ ക്യാരറ്റിനൊരു പച്ച ചുവയുണ്ടല്ലോ, അത് നമ്മുടെ ഈ പായസത്തിൽ വരാൻ പാടില്ല. അതുകൊണ്ട് തന്നെ നെയ്യിലിങ്ങനെ നമ്മളൊന്ന് നന്നായിട്ട് വഴറ്റിയെടുത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് വെന്തും കിട്ടും. ആ ക്യാരറ്റിൻ്റെ ഒരു പച്ച സ്വാദ് നമുക്ക് പായസത്തിൽ കിട്ടുകയില്ല. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ നെയ്യിൽ വഴറ്റുന്നത്. അപ്പോൾ ഒരു 5-6 മിനിറ്റ് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇപ്പോൾ ഏകദേശം ആയിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റാം. ഈ ഒരു പാത്രത്തിലേക്ക് തന്നെയാണ് പായസം ഉണ്ടാക്കുന്നത്. 1.5 ലിറ്റർ പാലാണ് ഒഴിച്ചിരിക്കുന്നത്. അതിന് നമുക്ക് 1/2 കപ്പ് പഞ്ചസാര മതിയാവും. ഈ ഒരു മധുരം മതിയാവും നമ്മുടെ പായസത്തിന്. അപ്പോൾ പാല് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ ഞാൻ 1 മണിക്കൂർ മുന്നേ 1/2 കപ്പ് ചവ്വരി സാബുദാന കുതിർത്ത് വെച്ചിരുന്നു. അതിൻ്റെ വെള്ളമെല്ലാം മാറ്റിയതിന് ശേഷം ഈ കുതിർത്ത് വെച്ചിരിക്കുന്ന ചവ്വരി നമുക്ക് പാല് തിളച്ച് വരുമ്പോൾ അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇങ്ങനെ 1 മണിക്കൂർ നമ്മൾ സോക്ക് ചെയ്ത് വെച്ചേക്കുന്നതുകൊണ്ട് തന്നെ ചവ്വരി പെട്ടെന്ന് നമുക്ക് വെന്ത് കിട്ടും. അപ്പോൾ പാല് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് ഇനി നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കാം. ഈ ചവ്വരി ഒരു ട്രാൻസ്പെറൻ്റ് ആവും കേട്ടോ. അതിൻ്റെ കളറ് മാറി നല്ല ട്രാൻസ്പെറൻ്റ് ആകുമ്പോഴാണ് അത് വെന്തു എന്ന് മനസ്സിലാക്കുന്നത്. അപ്പോൾ നമുക്കിത് നന്നായിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ തുടരെ ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുക. അപ്പോൾ ഇത് ഏകദേശം ഇങ്ങനെ ട്രാൻസ്പെറൻ്റ് ആയി വരുന്നുണ്ട്. ഒരു പകുതിയോളം വെന്തിട്ടുമുണ്ട്. ഈ ഒരു സമയം നമുക്കിതിലേക്ക് നമ്മൾ വഴറ്റി വെച്ചിരിക്കുന്ന ക്യാരറ്റ് ഇട്ട് കൊടുക്കുക. ഇനി ക്യാരറ്റും ചവ്വരിയും കൂടെ ബാക്കി ഉള്ളതും കൂടെ നന്നായിട്ട് വെന്ത് കിട്ടുന്നത് വരെ നമുക്കിങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുക. മീഡിയം ഫ്ലെയിമിൽ വെക്കാൻ ശ്രദ്ധിക്കണേ. തുടരെ ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. ക്യാരറ്റ് കൂടി ഇട്ട് കഴിഞ്ഞപ്പോൾ നമ്മുടെ പായസത്തിൻ്റെ ലുക്ക് അങ്ങ് മാറി കേട്ടോ. കളറും നല്ലതായി, കാണാനും നല്ല ഭംഗിയുണ്ട്. നല്ലൊരു കളറായി കേട്ടോ. ടേസ്റ്റും അപാര ടേസ്റ്റാണ് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ഒരു 5-6 ഏലക്ക ഞാനൊന്ന് ചതച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടിങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുക. പെട്ടെന്ന് നമുക്ക് റെഡിയാക്കാൻ പറ്റിയ ഒരു പായസമാണ് കേട്ടോ. പിന്നെ ചവ്വരി നമ്മൾ 1 മണിക്കൂർ കുതിർത്ത് വെച്ചില്ലെങ്കിലും കുഴപ്പമില്ല, 1/2 മണിക്കൂർ വെച്ചാലും മതി. പക്ഷേ ഇങ്ങനെ കുതിർത്ത് വെക്കുന്നതുകൊണ്ടാണ് നമുക്ക് പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്നത്. ഇനി നമുക്കിതിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന കാഷ്നട്ടും കിസ്മിസും കൂടി ഇട്ട് കഴിഞ്ഞ് ഇതൊന്ന് കുറുകി വരണം. ചവ്വരി ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് കുറുകി കിട്ടും. ഇനി ഞാൻ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നുള്ളു ഉപ്പ് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം ഒരു 20 മിനിറ്റോളം ആയിട്ടുണ്ട്. പായസം നല്ല കുറുകി വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് ഇളക്കി എല്ലായിടം ഒന്ന് യോജിച്ച ശേഷം ഗ്യാസ് ഓഫ് ചെയ്യാവുന്നതാണ്. ഗ്യാസ് ഓഫ് ചെയ്ത് നമുക്ക് ചൂടോടുകൂടി തന്നെയും കുടിക്കാം. അതേപോലെ തന്നെ ഇത് തണുത്തിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് കഴിച്ചാലും നല്ല സ്വാദായിരിക്കും കേട്ടോ. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒരു വട്ടമെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. കാണാനും നല്ല ഭംഗിയാണ്, അതേപോലെ കഴിക്കാൻ നല്ല ടേസ്റ്റി ക്രീമി പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാ കൂട്ടുകാരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് തീർച്ചയായും ഇഷ്ടപ്പെടും. മറ്റൊരു നല്ല വീഡിയോയുമായിട്ട് വീണ്ടും വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.